ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് VEO എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളാണ് ഈ അറിവിൻ്റെ ലോകത്തിലൂടെ ഇപ്പോൾ അറിവിൻ്റെ ലോകത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം 17 ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്തു. ഇത് ഇന്നത്തേത് 18ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ നോട്ട്സും കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നോട്ട്സ് കടക്കാം. അതിനു മുമ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ PSC സംബന്ധമായ നോട്ട്സ് കിട്ടുവാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് പോകുവിൻ എന്ന് ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ മടങ്ങിയ വിദേശ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ മടങ്ങിയ വിദേശ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് അധീന പ്രദേശമായ ഗോവ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1961 ഡിസംബർ 19. ഗോവ വിമോചന ദിനം ഡിസംബർ 19. ഗോവ വിമോചന ദിനം ഡിസംബർ 19. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ വന്ന വിദേശ ശക്തി ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ വന്ന വിദേശ ശക്തി ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി ആരാണ്? ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി മുഹമ്മദ് ഇക്ബാലാണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി. എന്നാൽ ഈ മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. ഈ മുദ്രാവാക്യം ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും മുഹമ്മദ് ഇക്ബാലാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗോവിന്ദറാവ് ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗോവിന്ദറാവ് ഫുലെ. ലോക ഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോക ഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ. നിരവധി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911 കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ. ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതൻ വിദ്യാലയം 1921 വിശ്വഭാരതി സർവകലാശാലയായി മാറി. ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതൻ വിദ്യാലയം. ശാന്തിനികേതൻ സ്ഥാപിച്ചത്
ടാഗോറാണ്. 1921 വിശ്വഭാരതി സർവകലാശാല എന്നായി. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെയും ഗോഖലെയെ വിശേഷിപ്പിക്കപ്പെട്ടു. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെയും ഗോഖലെയെ വിശേഷിപ്പിക്കപ്പെട്ടു. വേഷം മാറിയ രാജ്യദ്രോഹി എന്നാണ് ബ്രിട്ടീഷുകാർ ഗോഖലെയെ വിളിച്ചത്. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവും കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവുമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്, അതുപോലെ തന്നെ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവുമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു MG റാനഡെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു MG റാനഡെ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുമാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുമാണ്. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. സർദാർ പട്ടേലിന് സർദാർ എന്ന വിശേഷണം നൽകിയത് ഗാന്ധിജിയാണ്. സർദാർ പട്ടേലിന് സർദാർ എന്ന വിശേഷണം നൽകിയത് ഗാന്ധിജിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ ബ്രിട്ടൻ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ ബ്രിട്ടൻ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ലോകത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ, ബ്രിട്ടൻ. ലോകത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് റോബർട്ട് വാൾപോൾ, ബ്രിട്ടൻ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി. നിരവധി എക്സാമുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും പിതാവായി പരിഗണിക്കപ്പെടുന്നതും ദാദാഭായ് നവറോജിയെയാണ്. ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ച അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. മസ്തിഷ്ക ചോർച്ച അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിൻ തിയറി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൽക്കട്ടയിലാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൽക്കത്തയിലാണ്. വന്ദേ മാതരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ അരവിന്ദ് ഘോഷാണ്. വന്ദേ മാതരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ അരവിന്ദ് ഘോഷ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അരവിന്ദ് ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അരവിന്ദ് ഘോഷാണ്. പോണ്ടിച്ചേരിയിൽ വിശ്വഗ്രാമം സ്ഥാപിച്ചത് അരവിന്ദ് ഘോഷ്. പോണ്ടിച്ചേരിയിൽ വിശ്വഗ്രാമം സ്ഥാപിച്ചത് അരവിന്ദ് ഘോഷ്. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ ശിഷ്യനായിരുന്ന വിദേശ വനിതയാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധയായ ശിഷ്യയായിരുന്ന വിദേശ വനിതയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യത്വം സ്വീകരിച്ച തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി.
സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യത്വം സ്വീകരിച്ച തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്ന തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്ന തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി. 1921 ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി. 1921 ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന വരികളുടെ രചയിതാവും സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന വരികളുടെ രചയിതാവും സുബ്രഹ്മണ്യ ഭാരതിയാണ്. 1911 കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. 1911 കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. ആദ്യമായി ബ്രിട്ടൻ സന്ദർശിച്ച ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. ആദ്യമായി ബ്രിട്ടൻ സന്ദർശിച്ച ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും PSC എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട പോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.